രാജസ്ഥാനിലെ ദൗസയിൽ 150 അടി താഴ്ചയുള്ള കുഴൽക്കിണറിൽ വീണ 5 വയസ്സുകാരനെ പുറത്തെടുക്കാൻ നടത്തിയത് ഏകദേശം 56 മണിക്കൂർ നീണ്ട രക്ഷാ ദൗത്യമായിരുന്നു. പുറത്തെടുക്കാനായെങ്കിലും 2 ദിവസത്തിലധികം കുഴൽക്കിണറിൽ കുടുങ്ങിയ കുട്ടി മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ആര്യൻ എന്ന 5 വയസ്സുകാരനെ കുഴൽക്കിണറിൽ നിന്നും കയറുപയോഗിച്ച് അബോധാവസ്ഥയിൽ പുറത്തെടുത്തത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ വയലിൽ കളിക്കുന്നതിനിടെ ആര്യൻ കുഴൽക്കിണറിൽ വീഴുകയായിരുന്നു. 1 മണിക്കൂറിന് ശേഷം രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പൈപ്പിലൂടെ ഓക്സിജൻ നൽകുകയും കുഴൽക്കിണറിൽ ക്യാമറ ഘടിപ്പിച്ച് കുട്ടിയുടെ അവസ്ഥ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. SDRF, NDRF ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് സമാന്തരമായി കുഴിയെടുത്ത് കുട്ടിയുടെ അടുത്തെത്തി. ഡ്രില്ലിംഗ് മെഷീനിലെ സാങ്കേതിക തകരാർ, ഏകദേശം 160 അടിയിൽ ജലനിരപ്പ് എന്നിവ ഉൾപ്പെടെ നിരവധി വെല്ലുവിളികൾ തങ്ങൾ പ്രവർത്തനങ്ങളിൽ നേരിട്ടതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതോടെ സമാന്തര കുഴിയെടുക്കൽ ശ്രമങ്ങൾ ഫലം കണ്ടില്ല. മണ്ണ് കുട്ടിയുടെ മേലിൽ വീണിരുന്നു. രക്ഷാപ്രവർത്തകർ പിന്നീട് കുട്ടിയെ ഒരു കയർ കെട്ടി അബോധാവസ്ഥയിൽ പുറത്തെടുക്കുകയായിരുന്നു. ഭൂഗർഭ നീരാവി കാരണം കുട്ടിയുടെ ചലനങ്ങൾ ക്യാമറയിൽ പകർത്താനുള്ള ബുദ്ധിമുട്ടും രക്ഷാപ്രവർത്തകരുടെ സുരക്ഷാ ആശങ്കകളും ഓപ്പറേഷനിൽ വെല്ലുവിളി ഉയർത്തിയതായി രക്ഷാപ്രവർത്തകർ പറഞ്ഞിരുന്നു. കേരളത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വളരെ വിപുലമായാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഒരു ചെറിയ സിനിമയിലൂടെ എത്രത്തോളം വലിയ സംഭവങ്ങളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടറിയാം. കാരണം ഇതുപോലുള്ള സംഭവങ്ങൾ നോർത്ത് ഇന്ത്യൻ സൈഡിൽ പലപ്പോഴും നടക്കുന്നതായി നമ്മൾ റിപ്പോർട്ട് വായിക്കുന്നതാണ്. തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപോലെ ഒരു സിനിമയിലൂടെയാണ് ഇത്തരത്തിലുള്ള ന്യൂസുകൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതിലൂടെ നിരവധിയായ കാര്യങ്ങൾ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. എത്ര സംഭവങ്ങൾ ഉണ്ടായാലും കേരളത്തിലും തമിഴ്നാട്ടിലും മറ്റു പ്രദേശങ്ങളിലും ഈ ഒരു സംഭവം സാധാരണയായി നടക്കുന്നു. അധികൃതർ കുഴൽക്കിണറുകൾ മൂടി വെക്കുന്നതിനോ അല്ലെങ്കിൽ കുഴികൾ അടച്ചു മൂടുന്നതിനോ ഒരു തരത്തിലും പരിശ്രമിക്കുന്നില്ല എന്നത് വളരെ ഒരു ദോഷകരമായ കാര്യം തന്നെയാണ്. രാജ്യത്ത് ഇത്തരത്തിൽ നിരവധി കുട്ടികൾ മരണത്തിന് ഇരയായിട്ടുണ്ട്. നിരവധി സംസ്ഥാനങ്ങളിലെ ഒന്നും അറിയാത്ത പാവപ്പെട്ട വീട്ടിലെ പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഇത്തരത്തിൽ മരണത്തിന് ഇരയായിട്ടുള്ളത്. അതിനാൽ തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങളോ സർക്കാർ ചെയ്തു കൊടുക്കുന്നില്ല എന്നത് വളരെ വേദനാജനകമായ കാര്യമാണ്. മാത്രമല്ല, ടെക്നോളജി ഇത്രയും വളർന്നിരിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ടെക്നിക്കൽ മിസ്റ്റേക്കുകൾ നമ്മുടെ ഫോഴ്സിന് സംഭവിക്കുന്നത് വളരെ വേദനാജനകമായ കാര്യമാണ്. എഫിഷ്യന്റ് ആയിട്ടുള്ള കുറച്ചും കൂടെയുള്ള മെഷീനുകളോ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ ഉപകരണങ്ങളോ മര്യാദയ്ക്ക് എത്തിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടിയുടെ ജീവൻ ഇന്ന് നമുക്ക് നിലനിർത്താമായിരുന്നു. പലതരത്തിലുള്ള പരിമിതികൾ അവർ പറയുമ്പോഴും ഒരാളുടെ ജീവനാണ് അതുവഴി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ ജീവന്റെ വില പറയേണ്ടത് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരുമാണ്. ഉടനെ തന്നെ അവർക്ക് അതിനു വേണ്ട ഒരു ഉത്തരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. സംവിധാനങ്ങളും സൗകര്യങ്ങളും കുറച്ചുകൂടി ഫലപ്രദമായി ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ ഇനിയും ജീവനുകൾ പൊലിയും.